ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേര് തമ്പനയിൽ കണ്ടിട്ട് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരിപ്പുണ്ടാവും. അതായത് മാവും തേയിലപ്പൊടിയും വെച്ചിട്ട് എന്താ ചെയ്യാമെന്ന്. അപ്പോൾ മാവും തേയിലപ്പൊടിയും വെച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡറോ മുട്ടയോ പാലോ ഒന്നും തന്നെ വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കപ്പൊന്നും വേണ്ട. ഇവിടെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന ഒരു സ്റ്റീൽ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പിൽ വേണം നമ്മൾ ബാക്കിയുള്ള അളവുകളെല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി, അതായത് ടീ പൗഡർ എന്നുള്ള രീതിയിൽ തന്നെ ഇടണം. അപ്പോൾ അളവ് തെറ്റിക്കേണ്ട. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഈ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാവെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി. അപ്പോൾ ഈ സമയം കൊണ്ട് ആ ഒരു കട്ടൻ ചായ ഒരല്പം ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ചെറു ചൂടോടുകൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ തേയിലപ്പൊടി ഒന്നും വരെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തേയിലപ്പൊടി ഒന്നും ഇല്ലാതെ ആ ഒരു കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല, അതായത് പാലോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി, കാരണം എങ്കിൽ മാത്രമേ നമ്മൾ കേക്ക് നല്ല ഹൈറ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള സാധാരണ വീട്ടിലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് തടകി കൊടുത്താലും മതി. ഇനി നമുക്കിതിലോട്ട് ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് ആവി കയറ്റിയും ഈ ഒരു കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ഇത് സോഫ്റ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ആവുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടാണ്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് കേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു സൈഡെല്ലാം നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടൻ ചായയിലെ ഈ ഒരു കേക്ക് ചെയ്തതെന്ന് ഒട്ടും തന്നെ പറയില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതുമാത്രമല്ല വളരെ പഞ്ഞി പോലെ ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പുറത്തുനിന്ന് വാങ്ങി ചേർക്കേണ്ടുന്ന ഒരു കാര്യമില്ല. നമ്മൾ വീട്ടിലുള്ള സാധാരണയുള്ള എല്ലാ ചേരുവകളും വെച്ചിട്ട് നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ടോപ്പ് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഒന്നും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ടൊന്ന് മേളിൽ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.